നമസ്തേ. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ആദ്യ ഭാഗത്ത് പറയുന്ന ചില കാര്യങ്ങളെ നമുക്കിന്ന് ചിന്തിക്കാം. അധ്യാത്മരാമായണം കിളിപ്പാട്ടും വാൽമീകി രാമായണവും തമ്മിലുള്ള ചില വ്യത്യാസത്തെക്കുറിച്ച് നാം പറഞ്ഞു. പലപ്പോഴും വിമർശിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് അഹല്യാമോക്ഷത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അഹല്യ ശിലയായി കിടന്നു എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അഹല്യയെ ശപിച്ച് ശിലയാക്കി മാറ്റി എന്ന് രാമായണത്തിൽ അല്ലെങ്കിൽ എഴുത്തച്ഛന് രാമായണത്തിൽ പറയും. പക്ഷേ വാൽമീകി രാമായണത്തിൽ ശിലയാകുന്ന അഹല്യയെക്കുറിച്ച് പറയുന്നേയില്ല. അത് പിന്നീട് എഴുത്തച്ഛൻ കൂട്ടിച്ചേർത്തതാണ്, അതിന് ശേഷം വന്ന ആളുകൾ കൂട്ടിച്ചേർത്തതാണ്. മൂലകൃതിയാണല്ലോ നാം പഠിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പറയാറുണ്ട്, സീതാദേവി ആശ്രമത്തിൽ തനിച്ചായ സമയത്ത് മാൻപേടയുടെ പിന്നാലെ ശ്രീരാമചന്ദ്രൻ പോയി. ശ്രീരാമൻ്റെ ശബ്ദം കേട്ട് കരച്ചിൽ കേട്ട് ലക്ഷ്മണനും പിന്നാലെ പോയി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ലക്ഷ്മണൻ പോകുന്ന സമയത്ത് ലക്ഷ്മണൻ സീതാദേവിയെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു വര വരയ്ക്കുന്നൊരു ഭാഗമുണ്ട്. നമ്മൾ ഇന്നും പറയുന്ന മലയാള ശൈലിയിലെ ലക്ഷ്മണരേഖ എന്ന് പറയുന്നൊരു ഭാഗം. ഈ ലക്ഷ്മണരേഖയെക്കുറിച്ച് വാൽമീകി രാമായണത്തിൽ പറയുന്നേയില്ല. ഇതൊക്കെ പിന്നീട് വന്ന രാമായണ കർത്താക്കൾ ഉണ്ടാക്കിയതാണ്. മൂലകൃതി പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കൂ. മറ്റൊന്ന്, ശബരി ആശ്രമത്തിൽ ശ്രീരാമചന്ദ്രൻ പോകുന്ന സമയത്ത് ശബരി തൻ്റെ കൊച്ചു കുടിലിൽ നിന്നും പഴങ്ങൾ താൻ കടിച്ചു നോക്കി രുചിച്ച് അതിന് നല്ല രുചിയുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ രുചി നോക്കി മാത്രം ശ്രീരാമന് കൊടുത്തു എന്ന് പറയുന്നൊരു കഥ, അതും വാൽമീകി രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 8-9 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ തമിഴ് ഭാഷയിലേക്ക് രാമായണം വന്നു, കമ്പരുടെ രാമായണം. തുടർന്ന് ഓരോ ഭാഷയിലേക്കും, വിവിധങ്ങളായിരിക്കുന്ന ഭാഷയിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്കും രാമായണം എത്തിയിട്ടുണ്ട്. അത്രമാത്രം രാമായണത്തിൻ്റെ പ്രസക്തി ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പം രാമായണം പഠിക്കുന്ന സമയത്ത് വാൽമീകിയെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. വാൽമീകിയെക്കുറിച്ച് പറയുന്ന സമയത്ത് വാൽമീകി എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചു, വാൽമീകി ഒരു കൊള്ളക്കാരനായിരുന്നു എന്ന്. പക്ഷേ ഉത്തരേന്ത്യയിൽ വാൽമീകി വംശത്തിൽപ്പെട്ട ആളുകളുണ്ട്, അവരത് അംഗീകരിക്കില്ല. ഏറ്റവും താഴെക്കിടയിൽ ജീവിക്കുന്ന വാൽമീകി എന്ന് പറയുന്ന ഒരു വംശമാണെന്നും അതിൽ ജീവിക്കുന്ന ഒരുപാട് ജനതതി അവിടെയുണ്ട്. പ്രസിദ്ധനായിരുന്നൊരു ചിന്തകൻ പറഞ്ഞത്, അദ്ദേഹം പോയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് വാൽമീകി മലയാള ഭാഷയിലേക്ക് വരുന്ന സമയത്ത് വാൽമീകി ഒരു ദുഷ്ടനായിരുന്നു, നീചനായിരുന്നു, പിന്നീട് അദ്ദേഹം വാൽമീകിയായിട്ട് മാറിയതാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ചില കുട്ടികൾ, കോളേജ് വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് വന്ന് പറഞ്ഞു പോയി, സാർ ഇനി അങ്ങനെ പറയരുത്, കാരണം ഞങ്ങൾ ആ വംശത്തിൽപ്പെട്ടവരാണ് എന്ന്. ഇത് അനുഭവം പങ്കുവയ്ക്കുകയാണ്. പറയുന്നത് ഇത് നമ്മുടെ ഒരു രീതിയാണ്. മഹാന്മാരായിരിക്കുന്ന ആളുകളൊക്കെ മോശക്കാരായിരുന്നു എന്നും പിന്നീട് അവർ ശ്രേഷ്ഠന്മാരായി മാറിയെന്നും കാളിദാസനെ കുറിച്ച് പോലും പറയാറുണ്ട്. കാളിദാസനെ കുറിച്ച് പറയുന്നത് ഒടുക്കം അദ്ദേഹത്തിന് വേശ്യയുടെ കൈകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നാണ്. അദ്ദേഹം വിദ്യാഭ്യാസമില്ലാത്തവനായിരുന്നു, ഉച്ചരിക്കാൻ പോലും അറിയാത്തവനായിരുന്നു എന്ന്. അവസാനം കാളിദേവി നാവിൽ എഴുതി കൊടുത്തു എന്നൊക്കെ പറയുന്ന കഥയുണ്ടല്ലോ. ഇതൊക്കെ നമുക്കുണ്ടാക്കിയൊരു രീതിയാണ്. മഹാനായി കാണണമെങ്കിൽ ആദ്യം അവരെ മോശക്കാരായിട്ട് നമ്മൾ ചിത്രീകരിക്കണമെന്ന് പറയുന്നൊരു രീതി നമ്മുടെ മലയാളികൾക്ക് വിശേഷിച്ചും ഉണ്ട് എന്ന് പറയാണ്. ഇതൊക്കെ പിന്നീട് വന്ന വിഷ്ണുപുരാണം, പിന്നീട് വന്ന പുരാണങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ ഒരു കഥ കേൾക്കാം, വാൽമീകിയുടെ കഥ കേൾക്കാം. അതല്ല എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വാൽമീകി എന്ന് പറയുന്നത് ഒരു വംശത്തിൽ, അദ്ദേഹത്തിന് നാമകരണ സംസ്കാരത്തിലിട്ട പേരാണ്. വാൽമീകി എന്നു പേരുള്ള ഒരുപാട് പേര് പുരാണത്തിലുണ്ട്. വാൽമീകി എന്ന് പറയുമ്പോൾ ഒരു നാമമാണെന്നും, അതായത് ഷോഡശക്രിയയിൽ നാമകരണ സംസ്കാരം അനുസരിച്ചിട്ട പേരാണ് എന്നും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്.